മഹാഭാരതം ഇതിഹാസ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കാമ്മിക വനത്തിലെത്തിയ കുന്തിയും പാണ്ഡവരും ഹിഡുംബന്റെ താവളം കണ്ടു. തങ്ങളെ ആക്രമിക്കാനെത്തിയ ഹിഡുംബനെ ഭീമൻ ദ്വന്ദ്വയുദ്ധത്തിൽ വകവരുത്തി. ഹിഡുംബന്റെ സഹോദരിയായ ഹിഡുംബിയെ അവളുടെ അപേക്ഷ പ്രകാരം ഭീമൻ ഭാര്യയായി സ്വീകരിച്ചു. ഒരു പുത്രനുണ്ടാകുന്നതുവരെ മാത്രമേ താൻ നിന്നോടൊപ്പം കഴിയുകയുള്ളൂ എന്ന് ഭീമൻ ഹിഡുംബിയോട് പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. യുവ മിഥുനങ്ങളായി ഭീമനും ഹിഡുംബിയും കാനനത്തിൽ യഥേഷ്ടം ചെലവഴിച്ചു. തുടർന്ന് കേൾക്കുക. ഒരു വർഷം കടന്നുപോയി. ഹിഡുംബി ഗർഭിണിയായി. താമസിയാതെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന്റെ രൂപം വിചിത്രമായിരുന്നു. തുറിച്ച കണ്ണ്, വലിയ വായ്, കൂർത്ത ചെവി, ആർക്കും ഭയം ജനിപ്പിക്കുന്ന രൂപം, ഭീമമായ ശബ്ദം, ചുവന്ന ചുണ്ട്, തീക്ഷ്ണമായ തേറ്റപ്പല്ലുകൾ, പെരും കാലും കൈകളും, പെരുവയറ്. അവന്റെ തല മൺകുടം പോലെയായിരുന്നു. കുടം പോലെ തലയുള്ളവൻ എന്ന അർത്ഥത്തിൽ അവനെ ഘടോൽക്കജൻ എന്ന് പേരിട്ടു. ബാല്യത്തിൽ തന്നെ അവൻ ഒരു യുവാവിൻ്റെ സർവ ലക്ഷണങ്ങളും ഉള്ളവനായി തീർന്നു. തൻ്റെ പേരക്കുട്ടിയെ കുന്തി വാത്സല്യത്തോടെ തലോടി. പാണ്ഡവർക്ക് ജനിച്ച ആദ്യത്തെ പുത്രൻ. ഘടോൽക്കജൻ അച്ഛന്മാരെ വിനീതമായി തൊഴുതു നിന്നു. തങ്ങളിൽ ഒരുവനായി പാണ്ഡവർ അവനെ കണക്കാക്കി. ഏറെ നാൾ പാണ്ഡവർക്ക് കാമ്മിക വനത്തിൽ കഴിയാൻ സാധിക്കാത്തതിനാൽ ഹിഡുംബിയോടും മകനോടും അവർ യാത്ര പറഞ്ഞു. അവർ പോകുമ്പോൾ ഘടോൽക്കജൻ പറഞ്ഞു, പിതാവി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് സംശയം കൂടാതെ ഉണർത്തിയാലും. ചെറുമകന്റെ വാക്കുകേട്ട് കുന്തി പറഞ്ഞു, മകനെ, നീ കുരുവംശത്തിൽ പിറന്നവനാണ്. നീ നിന്റെ അച്ഛൻ ഭീമസേനന് തുല്യനാണ്. 5 പേർക്കും നീ ഉത്തമപുത്രനുമാണ്. നീ ഞങ്ങളെ സഹായിക്കണം. പിതാമഹിയുടെ വാക്കുകൾ കേട്ട് തൊഴുകൈകളോടെ ഘടോൽക്കജൻ പറഞ്ഞു, രാവണനും ഇന്ദ്രജിത്തിനും ഉള്ള കഴിവ് പോലെ ശക്തനാണ് ഞാൻ. മനുഷ്യരിൽ വിശേഷപ്പെട്ടവനുമാണ്. പിതാക്കന്മാരെ, എന്നെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എന്നെ സ്മരിച്ചാൽ മതി. ഞാൻ അജ്ഞാനവർത്തിയായി നിങ്ങളുടെ മുമ്പിലുണ്ടാകും. ഇത്രയും പറഞ്ഞ് ഘടോൽക്കജൻ വടക്കോട്ട് യാത്രയായി. ജനമേജയനോട് വൈശമ്പായന മുനി പറഞ്ഞു, ശക്തി എന്ന ആയുധത്തെ നിമിത്തമാക്കി കർണന് പ്രതിയോഗിയായി ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഘടോൽക്കജൻ എന്ന മഹാരഥൻ. കാമ്മിക വനത്തിൽ നിന്നും കുന്തിയും പാണ്ഡവരും യാത്ര തിരിച്ചു. അവർ മത്സരാജ്യം, ത്രിഗർത്തം, പാഞ്ചാലരാജ്യം, കീചകന്റെ നാട്, വർണ്ണ മനോഹരങ്ങളായ പൊയ്കകളും തടാകങ്ങളും കുന്നുകളും കണ്ട് അവർ യാത്ര തുടർന്നു. വേഗത്തിൽ നടക്കേണ്ടിടത്ത് ഭീമൻ മറ്റുള്ളവരെ ചുമലിലേറ്റി നടന്നു. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കെ പിതാമഹനായ വേദവ്യാസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വ്യാസനെ എല്ലാവരും കുമ്പിട്ട് തൊഴുതു. വ്യാസൻ അവരോടായി പറഞ്ഞു, നിങ്ങൾക്ക് വന്നു ചേരുന്ന ഈ ആപത്ത് ഞാൻ മുൻപേ തന്നെ
അറിഞ്ഞിരുന്നതാണ്. അത് തടയുവാൻ കഴിയുന്നതായിരുന്നില്ല. ദുഷ്ടന്മാരായ ധാർത്തരാഷ്ട്രന്മാർ നിങ്ങളെ അകറ്റിയതും ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ അവസ്ഥയറിഞ്ഞ് നിങ്ങളെ എത്തിയതാണ് ഞാൻ ഇവിടെ. കഴിഞ്ഞതോർത്ത് വിഷമിക്കണ്ട. ഭാവിയിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. കൗരവരും നിങ്ങളും എനിക്ക് സമന്മാരാണ്. എനിക്ക് നിങ്ങളോട് അതിയായ സ്നേഹവുമുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾ എത്തിച്ചേരുന്ന പട്ടണത്തിൽ രഹസ്യമായി വേഷം മാറി കഴിയണം. താമസിയാതെ ഞാൻ നിങ്ങളെ വന്ന് കാണാം. ഇത്രയും പറഞ്ഞ് അവരോടൊപ്പം യാത്ര ചെയ്ത വ്യാസൻ ഏകചക്രയിലെത്തി. അവിടെ എത്തിയപ്പോൾ വ്യാസൻ കുന്തിയോട് പറഞ്ഞു, മകളെ, നിന്റെ മൂത്ത പുത്രൻ ധർമാത്മാവാണ്. അവൻ ഈ ഭൂമി മുഴുവൻ വാഴും. മാദ്രി നന്ദനന്മാരും മഹാരഥന്മാരാണ്. അശ്വമേധയാഗം മുതലായവ ചെയ്ത് നിങ്ങൾ സുഖമായി വാഴും. ഇത്രയും പറഞ്ഞ ശേഷം വ്യാസൻ അവരെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലാക്കി. അവിടെ വെച്ച് വ്യാസൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, മകനെ, ഇവിടെ 1 മാസം എന്നെ പ്രതീക്ഷിച്ച് കഴിയുക. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളെ കാണും. ദേശവും കാലവും അറിഞ്ഞു ജീവിക്കുന്നവർക്ക് കഷ്ടപ്പാടുകൾ തീരും, സന്തോഷവും ഉണ്ടാകും. അവരെ അനുഗ്രഹിച്ചിട്ട് വ്യാസൻ അവിടെ നിന്നും മറഞ്ഞു. ഏകചക്ര എന്ന മഹാനഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അതിഥികളായി കുന്തിയും പാണ്ഡവരും താമസിച്ചു തുടങ്ങി. ആരും തിരിച്ചറിയാതിരിക്കാൻ ബ്രാഹ്മണ വേഷധാരികളായാണ് അവർ നടന്നത്. ഉപജീവനത്തിന് ഭിക്ഷയാചിക്കലാണ് ഏകമാർഗം. കോമളന്മാരായ പാണ്ഡവരെ നാട്ടുകാർക്ക് വളരെ പ്രിയമുള്ളവരാക്കി തീർത്തു. പകൽ ഭിക്ഷയ്ക്കിറങ്ങുമ്പോൾ അവർ സന്ധ്യയോടെ കുടിലിൽ തിരിച്ചെത്തും. കൊണ്ടുവരുന്ന ഭിക്ഷ കുന്തി പകുതി ഭീമന് കൊടുക്കും. ബാക്കി ഭാഗം കൊണ്ട് മറ്റുള്ളവരും ഭക്ഷിക്കും. അങ്ങനെയിരിക്കെ പാണ്ഡവരിൽ ഭീമനൊഴികെ മറ്റുള്ളവർ ഒരു ദിവസം ഭിക്ഷയ്ക്ക് പോയപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിലെ ഗൃഹസ്ഥനായ ബ്രാഹ്മണന്റെയും ഭാര്യയുടെയും സംഭാഷണങ്ങൾ കുന്തി കേൾക്കാനിടയായി. അവരുടെ സംസാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കുന്തി അറിഞ്ഞു. കുന്തി ഭീമനോട് പറഞ്ഞു, മകനെ ഭീമ, നമ്മൾ സുഖമായാണ് ഈ ഗൃഹത്തിൽ കഴിയുന്നത്. അവർക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ അവർക്കൊരാപത്തും സംഭവിച്ചുകൂടാ. അപ്പോൾ ഭീമൻ പറഞ്ഞു, അമ്മ പോയി കാര്യമെന്താണെന്ന് അന്വേഷിച്ചറിയൂ. നമുക്ക് വേണ്ടത് ചെയ്യാം. കുന്തി ബ്രാഹ്മണന്റെ വീടിനകത്തേക്ക് കടന്നു. ബ്രാഹ്മണനും ഭാര്യയും മകനും മകളും അതിവിഷമത്തോടെ കരയുകയാണ്. ഏകചക്ര നഗരത്തിന് അകലെയായി ഇവർ താമസിക്കുന്ന സ്ഥലത്തെ രാജാവ് ഒരു ദുർബലനാണ്. ആ സ്ഥലത്തോട് ചേർന്ന കാട്ടിൽ ബകാസുരൻ എന്ന രാക്ഷസൻ താമസിക്കുന്നുണ്ട്. അവൻ നരഭോജിയാണ്. ശരിക്കും ഈ രാജ്യം ഭരിക്കുന്നത് അവനും അവന്റെ രാക്ഷസ പടയുമാണ്. ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നും മറ്റു ശത്രുക്കളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് ബകാസുരനാണ്. അതിനു പകരമായി ജനങ്ങൾ അവന് കപ്പം കൊടുക്കണം. ഒരു ദിവസം 1 വണ്ടി ചോറ്, 2 പോത്ത്, അത് കൊണ്ടു ചെല്ലുന്ന മനുഷ്യൻ, ഇതായിരുന്നു അവന്റെ
കപ്പ വ്യവസ്ഥ. മറ്റ് ഗത്യന്തരമില്ലാതെ നാട്ടുകാർ ഈ വ്യവസ്ഥ അംഗീകരിച്ചു. ഓരോ കുടുംബത്തിൽ നിന്നും ഊഴമിട്ടാണ് ഈ അന്നം കപ്പമായി കൊണ്ടു കൊടുക്കേണ്ടത്. ഇന്നത്തെ ഊഴം പാണ്ഡവർ താമസിക്കുന്ന ഗൃഹത്തിലെ ബ്രാഹ്മണർക്കാണ്. അവരിൽ ആര് ചോറുമായി പോകും എന്നതാണ് അവരുടെ സങ്കടം. ആര് ചെന്നാലും അവരെയും ഭഗൻ ഭക്ഷിക്കും. അവരുടെ സങ്കടം കണ്ട കുന്തി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആരും പോകുന്നില്ല. എനിക്ക് 5 ആൺമക്കളുണ്ട്. അവരിൽ ഒരാൾ ഇന്ന് ഭഗന് ചോറുമായി പോകും. സ്വന്തം ജീവൻ കൊതിച്ച് മറ്റൊരാളുടെ ജീവൻ കളയാൻ ഞാൻ അനുവദിക്കുന്നില്ലെന്ന് സാധുവായ ആ ബ്രാഹ്മണൻ കുന്തിയോട് പറഞ്ഞു. ഇത് ബ്രഹ്മഹത്യാപാപമാണ്. അതിന് പ്രായശ്ചിത്തമില്ല. താങ്കളെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുന്തി പറഞ്ഞു, 100 മക്കൾ ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് അത് അധികമാകില്ല. എൻ്റെ മകനെ വീഴ്ത്താൻ ഈ രാക്ഷസനെ കൊണ്ട് കഴിയില്ല. ഉഗ്ര വീര്യനും മന്ത്രസിദ്ധിയുള്ളവനും തേജസ്വിയുമാണ് എൻ്റെ പുത്രൻ. രാക്ഷസന് ആ ചോറ് മുഴുവൻ അവൻ കൊണ്ടെത്തിക്കും. ഹിംസയിൽ നിന്ന് അവൻ ആത്മാവിനെ സംരക്ഷിക്കുകയും ചെയ്യും. എനിക്കുറപ്പുണ്ട്. താങ്കൾ ഭയപ്പെടേണ്ട. താങ്കൾ ഇതാരോടും പറയാതിരുന്നാൽ മതി. അവന്റെ മന്ത്രം കിട്ടുവാൻ പലരും അവനെ ശല്യം ചെയ്യും. ഗുരുവിന്റെ സമ്മതമില്ലാതെ അവനത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. മാത്രമല്ല, ആ മന്ത്രം മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ അവന് ആ മന്ത്രം അത്ര ഫലിക്കുകയും ഇല്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിനാൽ എൻ്റെ പുത്രൻ പോകുന്ന വിവരം മറ്റാരോടും പറയരുത്. കുന്തിയുടെ വാക്കുകൾ അനുസരിച്ച് ബ്രാഹ്മണൻ നൽകിയ ചോറുമായി 2 പോത്തിനെ കെട്ടിയ വണ്ടിയിൽ ഭീമൻ ഉത്സാഹത്തോടെ യാത്ര പോകാൻ തീരുമാനിച്ചിരുന്ന സമയം ഭിക്ഷാടനം കഴിഞ്ഞ് മറ്റു പാണ്ഡവർ വന്നു. യുധിഷ്ഠിരൻ കുന്തിയോട് ചോദിച്ചു, അമ്മേ, ഈ ഭീമ പരാക്രമനെ എന്തു ചെയ്യാനാണ് അമ്മ പോകുന്നത്? ഇവൻ യാത്ര ചെയ്യുന്നത് അമ്മയുടെ സമ്മതത്തോടെയാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? ഇത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നതെന്ന് കുന്തി മറുപടി പറഞ്ഞു. ഈ നാടിനെ രക്ഷിക്കേണ്ട ഒരു കാര്യത്തിനാണ്. യുധിഷ്ഠിരൻ പിന്നെ എതിർത്തില്ല. പിറ്റേ പ്രഭാതത്തിൽ ഭീമൻ രാക്ഷസനുള്ള ഭക്ഷണവുമായി യാത്ര തിരിച്ചു. ബകാസുരൻ വാഴുന്ന കാട്ടിലെത്തി. ഹേ ബകാസുര, വരൂ എന്ന് പറഞ്ഞ് ഭീമൻ ചോറും കറികളുമായി കൂട്ടിക്കുഴച്ച് ഉരുളകളാക്കി സ്വയം ഉണ്ണുവാൻ തുടങ്ങി. തന്നെ അവഹേളിക്കുന്ന വിധം തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം തിന്നുന്നവനെ കണ്ട് ബഗന് കോപമുണ്ടായി. ബകാസുരൻ കോപത്തോടെ ഭീമന് നേരെ പാഞ്ഞടുത്തു. അതിഭയങ്കരനായ അവൻ സത്തും കണക്കെ ഭീമന് നേരെ കണ്ണുരുട്ടി. ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു, എനിക്കുള്ള ചോറ് എൻ്റെ മുൻപിൽ വെച്ച് തിന്നുന്ന ഈ ദുർബുദ്ധി ഏതാണ്? അന്തകന്റെ വീട്ടിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന വിഡ്ഢി, നീ ആരാണ്? രാക്ഷസന്റെ വാക്കുകൾ കേട്ട് കൂസാതെ പുഞ്ചിരിയോടെ ഭീമൻ ഊണ് തുടർന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഭയങ്കരമായി അലറി ബഗൻ ഭീമന് നേരെ പാഞ്ഞെടുത്ത് 2 കൈകൊണ്ടും ഊക്കോടെ ഭീമന്റെ പുറത്ത് ഇടിച്ചു. എന്നാൽ ഭീമൻ രാക്ഷസനെ നോക്കിയതുപോലുമില്ല. ഊണ് കഴിഞ്ഞെഴുന്നേറ്റ ഭീമൻ ബഗനുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി നിന്നു. വൃക്ഷങ്ങൾ,
പറിച്ചെടുത്ത് പരസ്പരം അടിച്ചു. മൽപ്പിടുത്തമായി. ഭീമന്റെ പിടിയിൽ നിന്നും മോചിതനാവാൻ ഭഗനായില്ല. അവൻ ശ്വാസം മുട്ടി എല്ലുകൾ തകർന്ന് ചോര കക്കി ചത്തുവീണു. ബകാസുരന്റെ അലർച്ച കേട്ട് അവന്റെ ബന്ധുമിത്രാദികൾ പാഞ്ഞു വന്നെങ്കിലും ഭീമന്റെ ഭീകരഭാവം കണ്ട് ആരും അടുത്തില്ല. ഹേ രാക്ഷസന്മാരെ, ഇനി മേൽ നിങ്ങൾ മനുഷ്യരെ കൊന്നു തിന്നരുത്. കൊന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിതമില്ല. ആ നിമിഷത്തിൽ ഞാൻ എല്ലാവരെയും അവസാനിപ്പിക്കും. അന്നു തൊട്ട് ആ വനത്തിലെ രാക്ഷസന്മാർ സൗമ്യന്മാരായി. നഗരത്തിലിറങ്ങി ആരെയും ഉപദ്രവിക്കാതെയായി. നാട്ടുകാർ അവരെ ഭയപ്പെടാതെയുമായി. ബ്രാഹ്മണന്റെ വീട്ടിലെത്തിയ ഭീമൻ നടന്ന സംഭവങ്ങളൊക്കെ യുധിഷ്ഠിരനോട് പറഞ്ഞു. പിറ്റേ പ്രഭാതത്തിൽ ചത്തുമലച്ചു കിടക്കുന്ന രാക്ഷസനെ കണ്ട് നാട്ടുകാർ ആശ്ചര്യപ്പെട്ടു. ഏകചക്രം മുഴുവൻ ഈ വാർത്ത പരന്നു. ചത്തുമലച്ച രാക്ഷസനെ കാണാൻ ആബാലവൃദ്ധ ജനങ്ങളും വന്നു. ഓടിക്കൂടിയവർക്ക് സംശയമായി. അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഭഗന് ആഹാരവുമായി പോകേണ്ട കുടുംബം ഏതാണെന്ന് മനസ്സിലാക്കി അവർ സംശയം തീർക്കാൻ ബ്രാഹ്മണന്റെ വീട്ടിലെത്തി അന്വേഷിച്ചു. എന്നാൽ ബ്രാഹ്മണൻ മറ്റൊരു കഥയാണ് പറഞ്ഞത്. മന്ത്രസിദ്ധിയുള്ള ഒരു രാജാവ് ഇവിടെ വന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് രാക്ഷസനുള്ള അന്നവുമായി അദ്ദേഹം പോയി. തീർച്ചയായും അദ്ദേഹമായിരിക്കും ആ രാക്ഷസനെ കൊന്നത്. എന്തായാലും രാക്ഷസന്റെ മരണം എല്ലാവരും ചേർന്ന് ആഘോഷിച്ചു. അങ്ങനെ പാണ്ഡവർ ആ ബ്രാഹ്മണന്റെ വീട്ടിൽ കഴിയവേ ഒരു ദിവസം പരദേശിയായ ഒരു ബ്രാഹ്മണൻ അവിടെ ചെന്നു. സഞ്ചാരിയായ അദ്ദേഹം കണ്ട നാടുകളെപ്പറ്റിയും ഒക്കെ സരസമായി ആ വീട്ടിലുള്ളവരോട് പറഞ്ഞു. അതിനിടയിൽ പാഞ്ചാല നാട്ടിലെ വിശേഷങ്ങളെപ്പറ്റിയും പറഞ്ഞു. പ്രധാന സംഭവം കൃഷ്ണ സ്വയംവരത്തെ പറ്റിയായിരുന്നു. ദ്രൗപദി സ്വയംവരത്തെ പറ്റിയായിരുന്നു. ദ്രുപദൻ എന്ന രാജാവ് യാഗം ചെയ്തപ്പോൾ യാഗാഗ്നിയിൽ നിന്നും ദൃഷ്ടദ്യുമ്നൻ എന്ന പുത്രനും ദ്രൗപദി എന്ന പുത്രിയും വന്നതും അതിനു മുൻപേ ശിഖണ്ഡി എന്ന പുത്രൻ ജനിച്ച വർത്തമാനവുമൊക്കെ അവിടെ സംസാരിച്ചു. ഈ കഥകൾ കേട്ടുകഴിഞ്ഞപ്പോൾ പാണ്ഡവർ അദ്ദേഹത്തോട് ചോദിച്ചു, യാഗമധ്യത്തിൽ നിന്ന് കൃഷ്ണയും ദൃഷ്ടദ്യുമ്നനും എങ്ങനെയുണ്ടായി? ആ ദൃഷ്ടദ്യുമ്നെ അല്ലേ ഗുരുവായ ദ്രോണാചാര്യർ അസ്ത്രവിദ്യ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെ അവർ ശത്രുക്കളായി? അപ്പോൾ ആ പരദേശി ബ്രാഹ്മണൻ ആദ്യമായി ദ്രോണാചാര്യന്റെ ജനനത്തെ പറ്റിയാണ് പറഞ്ഞത്. ഗംഗാദ്വാരത്തിൽ അതിതപോധനനായ ഒരു മഹർഷി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഭരദ്വാജൻ എന്നായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഘൃതാജി എന്ന അപ്സര സ്ത്രീ പുഴയിൽ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. അതിസുന്ദരിയായ അവരുടെ ശരീരത്തിൽ നിന്നും കാറ്റടിച്ച് വസ്ത്രം ഊർന്നു വീണു. അവളുടെ നഗ്നരൂപം കണ്ട് യുവാവായ ആ തപോധനന്റെ മനസ്സിളകി. ഉടനെ അദ്ദേഹത്തിൽ നിന്ന് ബീജസ്ഖലനമുണ്ടായി. ഉടൻ തന്നെ അത് നിലത്ത് കളയാതിരിക്കാൻ അദ്ദേഹം ഒരു കുടത്തിൽ അത് ശേഖരിച്ചു. ആ കുടത്തിൽ നിന്ന് ജനിച്ച പുത്രനാണ് ദ്രോണൻ. ദ്രോണം എന്നാൽ കുടം എന്നാണ് അർത്ഥം. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആ ബാലൻ സകല വേദങ്ങളും ധനുർവിദ്യകളും അഭ്യസിച്ചു. പൃഷുതൻ എന്ന രാജാവ് ഭരദ്വാജന്റെ സുഹൃത്തായിരുന്നു. ദ്രോണൻ എന്ന പുത്രൻ പിറന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ദ്രുപദൻ എന്ന ഒരു പുത്രനും ജനിച്ചിരുന്നു. ആശ്രമത്തിൽ വരാറുണ്ടായിരുന്ന ദ്രുപദൻ ദ്രോണനുമായി ചങ്ങാത്തത്തിലായി. അവരൊന്നിച്ചാണ് വേദാഭ്യാസങ്ങൾ നടത്തിയതും.
താൻ രാജാവാകുമ്പോൾ വേണ്ടത് ചെയ്യാമെന്ന് ദ്രുപദൻ ദ്രോണന് വാക്കുകൊടുത്തിരുന്നു. കാലങ്ങൾ കടന്നുപോയി. പൃഷത മഹാരാജാവ് അന്തരിച്ചപ്പോൾ ദ്രുപദൻ രാജാവായി. കാലം കഴിഞ്ഞപ്പോൾ ദ്രോണൻ കൃപിയെ വിവാഹം ചെയ്തു. അദ്ദേഹം പരശുരാമനിൽ നിന്ന് ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള ആയുധവിദ്യകളും സ്വായത്തമാക്കിയിരുന്നു. ദ്രോണൻ കൃപി ദമ്പതികൾക്ക് അശ്വത്ഥാമാവെന്ന പുത്രൻ ജനിച്ചു. വേദങ്ങളിലും ആയുധവിദ്യകളിലും അഗ്രഗണ്യനായ ദ്രോണന് ദാരിദ്ര്യം മാത്രമായിരുന്നു ജീവിതത്തിൽ. ഒടുവിൽ തൻ്റെ സഖാവായിരുന്ന ദ്രുപദനെ ചെന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ദ്രുപദന്റെ അടുത്തു ചെന്ന് പറഞ്ഞു, രാജാവേ, എന്നെ അങ്ങ് ഓർക്കുന്നുണ്ടോ? ഞാൻ അങ്ങയുടെ ചങ്ങാതിയാണ് ദ്രോണൻ. അങ്ങ് എന്നോട് പണ്ട് പറഞ്ഞ പ്രകാരം ഞാൻ ധനം ആഗ്രഹിച്ചു വന്നതാണ്. ഇത് കേട്ട് ദ്രുപദനിൽ പരിഹാസമാണ് ഉണ്ടായത്. ഹേ താപസ, സമന്മാർ തമ്മിലുള്ള സ്നേഹം മാത്രമേ സ്നേഹമാകുന്നുള്ളൂ. അരഥി രഥിക്ക് സഖാവാകില്ല. രാജാവല്ലാത്തവൻ രാജാവിന് സഖാവാകില്ല. ഒന്നും അറിയാത്ത കുട്ടിക്കാലത്ത് സ്നേഹമുണ്ടായിരുന്നിരിക്കാം എന്ന് കരുതി ഇപ്പോൾ സ്നേഹബന്ധം പറഞ്ഞ് വലിഞ്ഞു കയറി വന്നത് കൊള്ളാം. അത് വിഡ്ഢിത്തമാണ്. വേണമെങ്കിൽ അടുക്കളയിൽ പോയി ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോക്കോളൂ. ദ്രുപദന്റെ വാക്കുകൾ കേട്ട് ദ്രോണൻ അപമാനിതനായി രാജസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതിനു തക്ക പ്രതികാരം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച തീരുമാനം. പിന്നീട് അദ്ദേഹം ഹസ്തിനാപുരിയിലെത്തി. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി ഭീഷ്മൻ അദ്ദേഹത്തിന് വാഴിച്ചു. ശിഷ്യന്മാർക്ക് വേണ്ട വിധം ആയുധാഭ്യാസം ചെയ്യിച്ച് മിടുക്കന്മാരായ യോദ്ധാക്കളാക്കിയപ്പോൾ ഗുരുദക്ഷിണ നൽകേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടി തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നും അയാളുടെ അഹിചിത്രമെന്ന രാജ്യമാണ് തനിക്ക് ഗുരുദക്ഷിണയായി നൽകേണ്ടത് എന്നുമായിരുന്നു. പാണ്ഡവർ ആ കർമ്മത്തിൽ വിജയിച്ചു. ദ്രുപദൻ നാണം കെട്ടു. ഗംഗാനദിയുടെ തെക്കേ ഭാഗം ദ്രുപദനും വടക്കേക്കര ദ്രോണനും രാജാവായി. ദ്രോണനിൽ നിന്നേറ്റ അപമാനം ദ്രുപദന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ദ്രോണനോട് പ്രതികാരം ചെയ്യുക എന്ന ആവേശവുമായി ദ്രുപദൻ പല ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും സമീപിച്ചു. ഒരു നല്ല പുത്രനുണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അപമാനഭാരത്താൽ അദ്ദേഹം ഗംഗാ യമുന നദീതീരത്തു കൂടി നടക്കുമ്പോൾ ഒരു ആശ്രമം കണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ യാജനെന്നും ഉപയാജനെന്നും പേരായ 2 മഹർഷിമാർ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അവരോട് തന്റെ സങ്കടം പറഞ്ഞു. അവരെ രാജധാനിയിലേക്ക് ക്ഷണിച്ചു. ഉപയാജനോട് തനിക്ക് ദ്രോണനെ വധിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ഉപയാജൻ പറഞ്ഞു, ഞാനത് ചെയ്യില്ല. എൻ്റെ ജ്യേഷ്ഠൻ യാജൻ ധനത്തിന് ആർത്തിയുള്ളവനാണ്. അവനോട് പറഞ്ഞാൽ അവൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരും. ദ്രുപദൻ യാജനെ സമീപിച്ച് ധനവും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തു. യാജൻ സന്തോഷവാനായി ദ്രോണവധത്തിനായി ഒരു പുത്രനുണ്ടാക്കുവാനുള്ള യാഗം ചെയ്യാമെന്നേറ്റു. ഗുരുവിനെ സഹായിക്കുക എന്ന നിലയിൽ അനുജനായ ഉപയാജനെയും കൂട്ടി. യാഗം തുടങ്ങി. യാഗാഗ്നിയിൽ നിന്നും കോമളനായ ഒരു യുവാവ് ഉയർന്നു വന്നു. ജ്വാലയുടെ നിറമുള്ള അവൻ കിരീടവും ചട്ടയും ധരിച്ചിരുന്നു. ഉടൻ തന്നെ വാളും പരിചയമെടുത്ത് അവൻ അട്ടഹസിച്ചു. അവിടെ കിടന്ന ഒരു തേരിൽ കയറി തലങ്ങും വിലങ്ങും ഓടിച്ചു.
ഇത് കണ്ടുനിന്നവർ ആനന്ദ നൃത്തം ചവിട്ടി. ഉടനെ ഒരു അശരീരി വാക്യം ഉണ്ടായി: ഇവൻ പാഞ്ചാലരുടെ യശസ് ഉയർത്തുന്നവനാണ്, രാജാവിന്റെ ദുഃഖം തീർക്കുന്നവനാണ്, ദ്രോണന്റെ അന്തകനാണ്. രണ്ടാമതായി യാഗാഗ്നിയിൽ നിന്നും കൃഷ്ണനിറമുള്ള അഴകേറിയ ഒരു യുവതി ഉയർന്നു വന്നു. മനുഷ്യ രൂപമേന്തിയ ഒരു ദിവ്യ സുന്ദരി. അപ്പോഴും ഒരു അശരീരി ഉണ്ടായി: നാരിമാരിൽ രത്നമായ കൃഷ്ണ ലോകത്തിൽ ക്ഷാത്രം മുടിക്കുവാൻ പിറന്നവളാണ്. ഇവൾ കാരണം കൗരവർക്ക് വലിയ നാശം സംഭവിക്കും. മകളെ കണ്ട് രാജ്ഞി യാജനോട് പറഞ്ഞു: ഇവർ എന്നെയല്ലാതെ മറ്റാരെയും അമ്മയായി കരുതരുത്. ഇവരുടെ അമ്മ ഞാനായിരിക്കണം. അങ്ങനെ തന്നെയാവും എന്ന് തന്നെ യാജൻ അനുഗ്രഹിച്ചു. ദൃഷ്ടത്വവും, അതായത് അമർഷത്വവും ഇഷ്ടദ്യുമ്നത്തോടെയുള്ള ഉദ്ഭവവും കൊണ്ട് ഇവൻ ദൃഷ്ടദ്യുമ്നൻ എന്ന പേരുള്ളവനാകും എന്നും കറുത്ത നിറമായതിനാൽ ഇവൾ കൃഷ്ണ എന്നും അറിയപ്പെടുമെന്നും യാജൻ പറഞ്ഞു. അങ്ങനെ യാഗം ചെയ്ത് ദ്രുപദന് 2 മക്കളുണ്ടായി. ദ്രുപദൻ ദ്രോണനെ പാഞ്ചാല ദേശത്തേക്ക് വരുത്തി ദൃഷ്ടദ്യുമ്നനെ ആയുധവിദ്യകൾ അഭ്യസിപ്പിച്ചു. ദൈവഹിതവും വിധിയും നന്നായി അറിയാമായിരുന്ന ദ്രോണൻ തൻ്റെ അന്ധകനായി പിറന്ന ദൃഷ്ടദ്യുമ്നനെ ആയുധവിദ്യ പഠിപ്പിച്ചത് വിധിയെ തടുക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നതിനാൽ, അതുമാത്രമല്ല വിദ്യ ആഗ്രഹിച്ച് എത്തുന്ന ആരാണോ അവർക്കത് നൽകിയില്ലെങ്കിൽ തൻ്റെ കീർത്തി കെട്ടുപോകുമെന്ന് അറിയാം എന്നതിനാലുമായിരുന്നു. ഇവിടെ വിദ്യ ആഗ്രഹിച്ച് എത്തിയത് ഒരു ക്ഷത്രിയനുമാണ്. അതിനാലാണ് ദ്രോണൻ ദൃഷ്ടദ്യുമ്നനെ ആയുധവിദ്യ പഠിപ്പിച്ചത്. സഞ്ചാരിയായ ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ട് പാണ്ഡവർ അസ്വസ്ഥരായത് കണ്ടപ്പോൾ കുന്തി പറഞ്ഞു: നാം വളരെ നാളുകളായല്ലോ ഈ ബ്രാഹ്മണ ഗൃഹത്തിൽ കഴിയുന്നു. ഈ പ്രദേശത്തെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. മകനെ യുധിഷ്ഠിര, ഇനി നമുക്ക് പാഞ്ചാല നാട്ടിലേക്ക് പോകാം. അവിടം സമ്പൽ സമൃദ്ധമാണ്. കാണാനും രസിക്കാനുമുള്ള പലതും അവിടെ കാണാം. ഇവിടെ ഇനിയും താമസിച്ചാൽ ഭിക്ഷ കിട്ടാനും പ്രയാസമാണ്. പാഞ്ചാലത്തെ യാജ്ഞസേന രാജാവ് മഹാപണ്ഡിതനാണെന്നാണ് കേൾക്കുന്നത്. ഒരിടത്ത് തന്നെ വളരെക്കാലം താമസിക്കുന്നതും നല്ലതല്ല. എനിക്കത് ഇഷ്ടവുമല്ല. നിനക്കും അത് ബോധ്യമാണെങ്കിൽ നമുക്ക് പാഞ്ചാലത്തിലേക്ക് പോകാം. അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് സമ്മതമാണ്. അനുജന്മാരുടെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ല, യുധിഷ്ഠിരൻ പറഞ്ഞു. കുന്തിയുടെ വാക്കുകൾ കേട്ട് മറ്റു 4 പേരും പാഞ്ചാല ദേശത്തേക്ക് പോകാമെന്ന് സമ്മതിച്ചു. അവർ പാഞ്ചാല ദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ വ്യാസമുനി അവിടെ പ്രത്യക്ഷനായി. മഹർഷി പറഞ്ഞു: പാണ്ഡവരെ, നിങ്ങൾ ധർമാനുസരണം അതുപോലെ തന്നെ ശാസ്ത്രാനുസാരണവും പെരുമാറുന്നില്ലേ? പൂജ്യരായ വിപ്രരെ നിങ്ങൾ വേണ്ടവിധം പൂജിച്ചിരുന്നില്ലേ? വളരെ ചിന്തിച്ച ശേഷം വ്യാസമഹർഷി പറഞ്ഞു: പണ്ട് ഒരു തപോവനത്തിൽ മഹാനായ ഒരു ഋഷിക്ക് ഒരു പുത്രി ഉണ്ടായിരുന്നു. അതീവ സുന്ദരിയായിട്ടും പ്രായമായപ്പോൾ അവൾക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ ലഭിച്ചില്ല. അവൾ ഭർതൃ ലഭ്യതയ്ക്കായി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. നിനക്കെന്ത് വരമാണ് വേണ്ടതെന്ന് ശിവൻ ചോദിച്ചപ്പോൾ, എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ തരൂ എന്ന് 5 വട്ടം അപേക്ഷിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു: നീ 5 വട്ടം ഭർത്താവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടാകണമേ എന്നാണ് ഞാൻ അപേക്ഷിച്ചത്. അതിനായി അങ്ങ് എന്നെ അനുഗ്രഹിക്കൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: നീ 5 വട്ടം ആവശ്യപ്പെട്ടതിനാൽ
അങ്ങനെ തന്നെയേ സംഭവിക്കൂ. ജന്മാന്തരത്തിൽ നിനക്ക് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ശിവൻ മറഞ്ഞു. ദിവ്യയായ ആ കന്യക ഇപ്പോൾ ദ്രുപദ വംശത്തിൽ പിറന്നിട്ടുണ്ട്. വ്യാസൻ പറഞ്ഞു, നിങ്ങൾ 5 പേർക്കും അവൾ പത്നിയായിത്തീരും. അത് ദൈവ നിർദ്ദേശമാണ്. നിങ്ങൾ പാഞ്ചാല ദേശത്തേക്ക് പോയി അവിടെ താമസിക്കുക. നിങ്ങൾക്ക് നല്ലത് വരും. പാണ്ഡവരെ അനുഗ്രഹിച്ചിട്ട് കുന്തിയോട് യാത്ര പറഞ്ഞ് വ്യാസമുനി അപ്രത്യക്ഷനായി. കുന്തിയും പാണ്ഡവരും പാഞ്ചാല ദേശത്തേക്ക് യാത്രയായി.